വെറും 3000 രൂപ താഴെ അഡ്വാൻസ്ഡ് S1 പ്രോസറുള്ള AI ഉള്ള സ്മാർട്ട് വാച്ച് വേണം. എന്തായാലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട്. ഇത് സ്മാർട്ട് വാച്ച് ഒക്കെ മേടിക്കാൻ പറ്റിയ സമയമാണ്. ഇതാണ് ബോട്ട് ക്രോം എൻഡേവർ. ക്രോം എൻഡേവർ, മറ്റേ എൻഡേവർ അല്ല. കണ്ടോ, AI കോച്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. ഈ വലിയ പെട്ടിയിലാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് വരുന്നത്. ഇവിടെ എല്ലാ ഫീച്ചേഴ്സും എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വായിച്ചോ. വേണ്ട, വീഡിയോ കണ്ടാൽ മതി. ബോക്സിനകത്ത് വാച്ച്, ഡോക്യുമെന്റേഷൻ, ചാർജർ, സ്റ്റിക്കേഴ്സ്. ഓക്കെ, വാച്ച് കാണാൻ നല്ല ലുക്കാണ് സമ്മതിച്ചിരിക്കുന്നു. എനിക്കൊന്ന് ചുറ്റുള്ള ക്രോം ഫിനിഷ് അല്ലേ, അതാണ് എൻ്റെ ലുക്ക് കൂട്ടുന്നത്. പ്ലസ് സ്ട്രാപ്പ് സൈഡിൽ നിങ്ങൾക്ക് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്രൗൺ കാണാം. ആക്ച്വലി വർക്ക് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മൈക്ക് ഉണ്ട്, അപ്പുറത്ത് സ്പീക്കർ ഉണ്ട്. യെസ്, കോളിംഗ് സ്മാർട്ട് വാച്ച് ആണ്, കോൾസ് റിസീവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ ആയിട്ട് ഒരു ക്വിക്ക് ആക്ഷൻ ബട്ടൺ, അത് പെട്ടെന്നൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ. ബാക്കിലായിട്ട് സെൻസേഴ്സും ചാർജിങ് പിന്നും. സ്ട്രാപ്പ് എനിക്ക് ഇഷ്ടമായി. കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് സ്ട്രാപ്പാണ്. ഇത് ഇങ്ങനെ വെച്ചിട്ട് കടക്കട. നിങ്ങൾ പണ്ട് ഈ പൂരപ്പറമ്പിൻ്റെ ഒരു സ്കെയിൽ മേടിച്ചിട്ടുണ്ടോ? സ്ട്രെയിറ്റ് അടിക്കുന്ന കയ്യിലടിക്കുന്ന സമയത്ത് ട്രക്ക് എന്ന് പറഞ്ഞാവുന്ന എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഏകദേശം അതേ ഒരു നൊസ്റ്റ് കൊണ്ടുവന്നു. എന്നാലും സോഫ്റ്റ് ആയിട്ടുള്ള സിലിക്കൺ ഫിനിഷ് ആണ്. കയ്യിൽ കെട്ടാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ്. ഇത് കെട്ടി ഉറങ്ങി സ്ലീപ്പ് ഞാൻ ട്രാക്ക് ചെയ്ത് നോക്കി, നോട്ട് ആൻ ഇഷ്യൂ. ഞാൻ ഓഫ് കോഴ്സ് നല്ലൊരു ബിൽഡാണ്. IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് റേറ്റഡ്. ശരി, എന്താണ് ഈ AI കോച്ച്? ഇത് എന്താണ് എന്നറിയാനായിട്ട് നിങ്ങൾ ആദ്യം പോയിട്ട് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ബോട്ട് ക്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് വേണം വാച്ച് പെയർ ചെയ്യാൻ. അവിടെ സ്ക്രോൾ ചെയ്ത് ഫീച്ചേഴ്സിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ AI കോച്ച് കണ്ടു, അത് ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ വാച്ച് ഇപ്പോൾ ഒരു ഫുൾ ഡേ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൂവ്മെൻറ്റും ആക്ടിവിറ്റിയും ഹാർട്ട് റേറ്റും ഇതെല്ലാം അനുസരിച്ച് ഒരു സമ്മറി തരും. എന്താണ് ഇന്ന് സംഭവിച്ചത്, നിങ്ങൾ ആക്റ്റീവ് ആയിരുന്നോ, എങ്ങനെയുണ്ട് ഓവറോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കാണിക്കും. നിങ്ങളുടെ എത്ര ഫിറ്റ്നസ് ഗോളുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റി ലെവലുകളെല്ലാം നിങ്ങൾ അച്ചീവ് ചെയ്തു, നിങ്ങളുടെ വെൽനസ് സ്കോർ എത്രയാണ്, നിങ്ങളുടെ ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യും. നിങ്ങൾക്കൊരു പേഴ്സണലൈസ് ആയിട്ടുള്ള പെർസോണ ആനിമൽ വരെ തരും. അത് നിങ്ങൾ വാച്ച് ഉപയോഗിക്കും തോറും നിങ്ങളുടെ ഹാബിറ്റ്സ് ഒക്കെ മെച്ചപ്പെടുത്തും തോറും ഇമ്പ്രൂവ് ചെയ്ത് വരും. വാച്ച് കെട്ടി ഉറങ്ങി രാവിലെ എണീറ്റ് നമ്മൾ വാച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോർണിംഗ് സമ്മറി കിട്ടും. പുറത്ത് നല്ല മഴയാണെങ്കിൽ മഴയും നിങ്ങളുടെ ഉറക്കവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് തരും. മാത്രമല്ല നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് പോലും AI ഉപയോഗിച്ച് പേഴ്സണലൈസ് ചെയ്ത് കാണിച്ചു തരും. ഫ്രണ്ടിൽ ഡിസ്പ്ലേ കണ്ടു കഴിഞ്ഞാൽ ഓൾ സൈഡ്സ് ഏകദേശം കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 1.96 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേ. പ്രീമിയം ആയിട്ടുള്ള ഒരു ഗ്ലോസി ഫിനിഷ് മുകളിലുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റിൽ പോലും വിസിബിലിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല. ആൻഡ് ഓൾസോ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ബോട്ടിൻ്റെ ഇൻ്റർഫേസ് ടോട്ടലി മാറ്റിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഫീൽ സോ സ്മൂത്ത്. ഞാൻ ഇത്രത്തോളം ഒരു സ്മൂത്ത്നെസ് ഒരു 3000 റുപ്പീസിൻ്റെ പ്രൈസ് റേഞ്ചിലുള്ള വാച്ചിൽ പ്രതീക്ഷിച്ചില്ല. ആൻഡ് ഇതിനുള്ളൊരു കാരണം ഇതിനകത്തുള്ള ഞാൻ പറഞ്ഞ അഡ്വാൻസ് ആയിട്ടുള്ള S1 പ്രോസസ്സറാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇതിൻ്റെ പ്രോസസ്സർ വന്നിട്ടുണ്ടാവില്ല. സോ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻ്റർഫേസിൽ കൂടെ പോകുമ്പോഴായിക്കോട്ടെ ആ ഒരു മൊത്തത്തോടുള്ള യൂസർ എക്സ്പീരിയൻസ് നല്ലതാണ് എന്ന് മാത്രമല്ല ബാറ്ററി ലൈഫ് ഇസ് ഇംപ്രസീവ്. ഞാനിത് ഏകദേശം ഒരു 3 ദിവസം മുന്നേ എങ്ങാണ്ടുമാണ് ഫുൾ ചാർജ് ചെയ്തത്. സ്റ്റിൽ എനിക്ക് 80%. ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 92 ഉണ്ട്. മേ ബി എൻ്റെ റോൾസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറഞ്ഞേക്കാം. എന്തായാലും സ്റ്റിൽ ഒരു 85%-ന്റെ മുകളിൽ ഇപ്പോഴും ഉണ്ട്. വിത്ത് കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, സ്ട്രെസ് മോണിറ്ററിങ്, വർക്കൗട്ട്സ്, സ്ലീപ്പ് ട്രാക്കിംഗ്. ഒന്ന് ആലോചിച്ച് നോക്കണം. സോ അമേസിംഗ് ബാറ്ററി ലൈഫ്. ഇനി ബാക്കിലെ സെൻസേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്. ജസ്റ്റ് 24/7 ഓട്ടോ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് നിങ്ങൾക്ക് ഓണാക്കി വയ്ക്കാം. 30 മിനിറ്റ്സ് അല്ലെങ്കിൽ എവറി 5 മിനിറ്റ്സ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ നിങ്ങൾക്ക് SpO2 നിങ്ങൾ ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ എത്രത്തോളം സ്ട്രെസ്ഡ് ആണ് എന്നുള്ള സ്ട്രെസ് ലെവൽ ഇതിനകത്ത് കാണിച്ചു തരും. ഇനി രാത്രി ഉറങ്ങുമ്പോൾ മറ്റേ കമ്പിയൊന്നും ഇല്ലാത്ത സ്ട്രാപ്പാണ് എന്നുള്ളതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് കൈ കെട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള സ്ലീപ്പ് ഇൻസൈറ്റ്സ് കിട്ടും. നിങ്ങളുടെ ഉറക്കം എങ്ങനെയാണ്, എത്ര നേരം ഉറങ്ങി, REM സ്ലീപ്പ്, ഡീപ്പ് സ്ലീപ്പ്, ഇതെല്ലാം കാണിച്ചു തരും. പിന്നെ ഇതിനകത്ത് ഒട്ടനവധി വർക്കൗട്ട് മോഡുകളുണ്ട്. മാനുവലായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്ത് നോക്കി, വർക്കൗട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഓട്ടോമാറ്റിക് വർക്കൗട്ട് ട്രാക്കിങ്ങും ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ വാക്കിംഗ് പോവുകയാണ്, റണ്ണിങ് അല്ലെങ്കിൽ സൈക്ലിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇത് തന്നെ ഡിറ്റക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് റെക്കോർഡ് ചെയ്തോളും. ഓൾസോ ഇതിനകത്ത് ടേൺ ബൈ ടേൺ നാവിഗേഷൻ. ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇത് മാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് കാണിച്ചു തരും. നേരെ പോവുക, ലെഫ്റ്റ് എടുക്കുക, റൈറ്റ് എടുക്കുക എന്നിങ്ങനെയൊക്കെ. ഹോം സ്ക്രീനിൽ നമ്മുടെ ക്രൗൺ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാച്ച് ഫേസുകൾ മാറുന്നത് കാണാം. ഒട്ടനവധി വാച്ച് ഫേസുകൾ ആപ്പിനകത്ത് നിന്ന് മാറ്റാം. സ്വന്തമായിട്ടുള്ള വാച്ച് ഫേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള വാച്ച് ഫേസ് സ്റ്റുഡിയോ ഉണ്ട്. ആനിമേറ്റഡ് ആയിട്ടുള്ള വാച്ച് ഫേസുകൾ വരെ ഇതിനകത്തുണ്ട്. സോ നിങ്ങളുടെ ടൈറ്റ് ആയിട്ടുള്ള ബഡ്ജറ്റിൽ 3000 റുപ്പീസിൻ്റെ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് നല്ല കാണാൻ ലുക്കുള്ള മാഗ്നറ്റിക് സ്ട്രാപ്സ് ഉള്ള അടിപൊളി AMOLED ഡിസ്പ്ലേ ഉള്ള AI കോച്ചോട് കൂടിയിട്ടുള്ള S1 പ്രോസസ്സറൊക്കെ വെച്ച് സ്മൂത്ത് ആയിട്ട് ഓടുന്ന വളരെ നാൾ ബാറ്ററി നിൽക്കുന്ന ഒരു ബ്ലൂടൂത്ത് കോളിംഗ് സ്മാർട്ട് വാച്ച് വിത്ത് ഓട്ടോമാറ്റിക് വർക്കൗട്ട് ട്രാക്കിങ്ങും ടേൺ ബൈ ടേൺ നാവിഗേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ബോട്ട് ക്രോം എൻഡേവർ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഈ ഒരു വാച്ച് നിങ്ങൾക്ക് ഈ കാണുന്ന പ്രൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫുൾ ഡീറ്റെയിൽസ് ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും പ്രോഡക്റ്റ് സെക്ഷനിലും ഇട്ടേക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. Bye bye.